ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഒരു ക്രീമി പുഡിങ്ങാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3/4 കപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. ചൂടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടുള്ള പാലിലോ ചൂടുവെള്ളത്തിലോ ഒന്ന് കലക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണം. അല്ലാഞ്ഞാൽ ചൈന ഗ്രാസ് പെട്ടെന്ന് കട്ടായി വരും. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിന് നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണ പോലെ അത്രയും ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസാണ് ഒഴിച്ചെടുക്കുന്നത്. ചൈന ഗ്രാസ് കട്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചൈന ഗ്രാസ് മെൽറ്റായി കിട്ടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ടായിട്ട് വരും. അഥവാ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മെൽറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ചൂടൊന്ന് ആറിയതിന് ശേഷം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ചൈന ഗ്രാസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടി കലക്കിയതാണ് ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി പുഡിങ്ങാണ്. ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പകുതി മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പകുതി വേറെ പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. മുകൾ ഭാഗം നല്ല ലെവലാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ടെടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് അതും കൂടി ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാൻ ക്യാൻഡി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ 4 ക്യാൻഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമി പുഡിങ്ങാണിത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്